വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേയധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. കിച്ചണിൽ നമ്മൾ കുറേയധികം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ മിനിറ്റുകൾ കൊണ്ട് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ ജോലിഭാരം എങ്ങനെ കുറയ്ക്കാമെന്നുള്ള നല്ല നല്ല ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ടയിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്, നല്ല പച്ചയിലയല്ല കേട്ടോ. നമ്മൾ പറിച്ചെടുത്ത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരുമല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരാണ് കേട്ടോ. ചെറിയത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് ഭയങ്കര കൊതുക് ശല്യമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ വില കൂടിയ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള റെപ്പലന്റ് കോയിലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ. അത് നമുക്ക് സൈഡ് എഫക്റ്റ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, വിഷവായു ശ്വസിക്കുന്നത് മൂലം മാരകമായ അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല. ഇത് ശ്വസിക്കുന്നതിലൂടെയും നമുക്ക് കുറേ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കത്തിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുകയിച്ചാൽ മാത്രം മതി. കുറേയധികം കൊതുക് ശല്യമുള്ള സമയത്ത് ഒരു 2-3 ചിരട്ടയിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിട്ടില്ല ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾക്ക് എല്ലാവർക്കും കൊച്ചുള്ളി ഇട്ടിട്ടുണ്ടാക്കുന്ന പാചകങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ. എന്നാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഉള്ളികളാണെങ്കിൽ പറയാൻ വേണ്ട. അത് തൊലിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി സമയം കിച്ചണിൽ അങ്ങ് വേസ്റ്റ് ആയിട്ട് പോവും. ഇപ്പം കണ്ടില്ലേ, ഞാൻ കുഞ്ഞുള്ളി ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കാതെ വലിയ ഉള്ളി മാത്രം എടുത്ത് യൂസ് ചെയ്തിട്ട് ഇത്രയും കൊച്ചുള്ളികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിലോ കണക്കിന് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കൊച്ചുള്ളിയുടെ മുകളിലും താഴെയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, വളരെ ചെറുതാണില്ലത്. ഇത് നമ്മൾ തൊലിച്ചെടുക്കുക എന്നുള്ളത് നല്ല പാടാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കിലോ കണക്കിന് വെളുത്തുള്ളിയും ചെറിയുള്ളിയും നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള പോർഷൻ കളയാതെയും ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യാൻ നോക്കാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂടുവെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. കത്തിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം തോല് ഈ സമയത്ത് തന്നെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ തോലെടുക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് കൈ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി, നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എല്ലാം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. കൈ വെച്ചിട്ട് എല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ തോലൊക്കെ നമ്മളൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഒറ്റയടിക്ക് എല്ലാം നമുക്ക് ക്ലീൻ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 2 കൈയും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ തൊലികളും പോയി കിട്ടിയിട്ടുണ്ട്. ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ തിളച്ച വെള്ളം ഒഴിച്ചാൽ ആ ഉള്ളിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വെളുത്തുള്ളി നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. എത്ര കിലോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉണ്ടെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ തോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ തോലും പോയിട്ട് കത്തി കൊണ്ട് നമ്മൾ ക്ലീൻ ആക്കിയതിനേക്കാളും നല്ല എളുപ്പത്തിൽ നമുക്കിവിടെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. എനിക്ക് പോകുന്നവർ അതുപോലെ തന്നെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ തിരക്കിട്ട ജോലികൾക്കിടയിൽ ഇതൊന്നും തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് അധികം നേരം ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ജോലിയും എളുപ്പമായിരിക്കും. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കക്കരിക്കയാണ് കേട്ടോ. പൊതുവേ നമ്മളത് കുക്കിങ്ങിനൊന്നും അധികം യൂസ് ചെയ്യില്ല.
സാലഡൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ എടുത്തത് ഇളയ കക്കരിക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തോലൊന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. തോലോട് കൂടെ തന്നെയാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു കക്കരിക്കയുടെ അളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. പെട്ടെന്നൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് അത്യാവശ്യം വലിയൊരു കക്കരിക്ക തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. എല്ലാം ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക അതുപോലെ തന്നെ കുറച്ച് പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ പാലും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ഹെൽത്തി ജ്യൂസാണ്. ഇതുവരെ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം തരുന്ന നല്ലൊരു ഹെൽത്തി ജ്യൂസ്. എന്നും ഒരേ ജ്യൂസ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടുകയും ചെയ്യും. ചൂടുള്ള ശരീരപ്രകൃതി ഉള്ളവർക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ശരീരം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഈ ഒരു തെളിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു 2 തിള തിളച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഒരു 2 സ്പൂൺ വെള്ളം അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് പനം കൽക്കണ്ട് ഇട്ടിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ വരട്ട് ചുമ അതുപോലെ തന്നെ കഫക്കെട്ട് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് പനങ്കൽക്കണ്ട് ഇടുന്ന ആ ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ചെറു ചൂടോട് കൂടെ തന്നെ കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് പനങ്കൽക്കണ്ടും കൂടെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണം ഒന്ന് വേറെ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ മാവൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി മാവ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് രാവിലെ നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാവ് നമ്മൾ അരച്ച് വെക്കുന്ന സമയത്ത് വലിയൊരു പാത്രം താഴെ വെച്ച് അതിൻ്റെ മുകളിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാവ് പതഞ്ഞ് പൊങ്ങി വരികയാണെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്നോളും. അല്ലെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഈ മാവ് പിന്നെ നമുക്കത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാത്രമല്ല ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതും അതിലേറെ ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ ആവുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു ടിപ്പാണെങ്കിലും നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആവണക്കെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം ആവണക്കെണ്ണയ്ക്ക് ചെറിയൊരു കട്ടി സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 മൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1 മൂടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചൂടുള്ള വെള്ളമാവേണ്ട, ഒരു ഇളം ചൂടുവെള്ളമായാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തലമുടി കറുക്കാത്തവരും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്കാൽപ്പിൽ ചെറു ചൂടോടുകൂടെ തന്നെ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ചിട്ട് നമ്മൾ വെച്ചിട്ട് പിന്നെ കഴുകി കുളിക്കുകയാണെങ്കിൽ മുടി അകാലനര തടയാനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ട് നല്ല കരുത്തോടു കൂടി വളരാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളം ചൂടോടുകൂടെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു ടവൽ ഉപയോഗിച്ചിട്ട് അരമണിക്കൂർ കവർ ചെയ്ത് വെക്കുക ചൂടിൽ തന്നെ. നന്നായിട്ട് നിങ്ങൾ ബെറ്റ് വെച്ചോളൂ. നിങ്ങളെ മുടി 100% തന്നെ വളർന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല മുടി നരയ്ക്കുകയല്ല, വളരുന്ന മുടിക്ക് നല്ല കരുത്തും ബലവും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും കൂടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു 1/2 ഗ്ലാസ് ആവുന്നവരെ തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ചായപ്പൊടി നമ്മളുടെ കരിഞ്ജീരകമൊക്കെ. അതപ്പം നന്നായിട്ട് തിളച്ച് 1/2 ഗ്ലാസ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ടാണ്. ഞാൻ കുറച്ച് അധികം തന്നെ അരിച്ചിട്ടുണ്ട്. ഒരു 2-3 ടിപ്സിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ അരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചീനച്ചട്ടിയാണ്. നമുക്ക് ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം.
അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഓർഗാനിക് ആയിട്ടുള്ള മൈലാഞ്ചി പൊടിയാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വീട്ടിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്രാൻഡഡ് ആയിട്ടുള്ള പൊടി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുക. അപ്പോഴേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ത്രിഫല പൗഡറാണ് കേട്ടോ. ഈ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തുമ്മൽ, ജലദോഷം ഒക്കെ വരുന്നവരുണ്ടാകും, നീരിറക്കമൊക്കെ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം 2 ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ജ്യൂസായിട്ട് അരിച്ചെടുത്തതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് തൈരാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നരമുടി ഉള്ളത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേയില വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളെ തലയിൽ തേക്കുന്ന സമയത്ത് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്നത് മിക്സ് ആക്കി എടുത്ത് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. കൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചീനച്ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലുള്ള ഈ ഇരുമ്പ് ചട്ടിയിൽ അടങ്ങിയിട്ടുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടൊരു കറുപ്പ് നിറം നൽകാനും നല്ല ബലം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ വെള്ളം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. പിറ്റേ ദിവസം നമ്മൾ ഡൈ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വെള്ളം ഒന്നും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തലയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു മണിക്കൂർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതേ ഉള്ളൂ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൗഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഡൈയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ. കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു മാസത്തിൽ ഒരു 2-3 തവണയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഡൈ തേച്ചിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ടോ നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴുകുന്ന സമയത്ത് സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. ചെറുപയർ പൊടിയോ താളിയോ ഉപയോഗിച്ച് കഴുകിയെടുക്കുക കേട്ടോ. 100% തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.